ഒരു പഴുത്ത ചക്ക കിട്ടി. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. രാവിലെ ഇത് വയനാട്ടിൽ വന്നപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ പറമ്പിൽ ചേച്ചി പറമ്പിൽ കൂടെയൊക്കെ പോയി നോക്കും. എപ്പോഴും ചക്കൻ്റെ സീസണായ ചക്ക പഴുത്തിട്ടുണ്ടോ മൂത്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ നല്ല മേലെ പറമ്പിൽ നല്ല വരിക്കച്ചക്ക പഴുത്തതുണ്ട്. അപ്പോൾ ചേച്ചി അത് ഇട്ട് വെച്ചിട്ട് താഴെ വന്ന് വലിയ ചക്കയായിരുന്നു. അത് എടുക്കാനായിട്ട് തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെയും കൂടെ വിളിക്കാൻ വന്ന്. ഞങ്ങൾ മേലെ ചെന്നപ്പോഴത്തേക്കും കുരങ്ങന്മാരൊക്കെ അതിൻ്റെ ചൂടിന് കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിനൊന്നും ആയില്ല. പിന്നെ ഞങ്ങളത് മുറിച്ച് ക്ലീൻ ചെയ്ത് നല്ലപോലെ എടുത്ത് ചെറുതാക്കി മുറിച്ച് ചേച്ചി അത് മിക്സിയിലിട്ട് അരച്ചു. ഈ ചക്കയടയ്ക്ക് ചക്കയട ഉണ്ടാക്കാനായിട്ട് പൾപ്പ് ഉണ്ടാക്കണമല്ലോ. അത് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ഒരു ഉരുളി വെച്ച് അതിനകത്ത് വെച്ച് നല്ലപോലെ തീ കത്തിച്ച് നല്ലപോലെ ഇത് അതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ അടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഉരുളിയാണെങ്കിൽ നമുക്ക് അടിക്കൊന്നും പിടിക്കില്ല. അല്ലെങ്കിൽ ചെറിയ കട്ടി കുറഞ്ഞതാണെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുക്കണം. ഇത് ഒരു 5-6 മണിക്കൂർ എങ്കിലും വേണം ഇതൊന്ന് വെള്ളമൊക്കെ വറ്റിയൊന്ന് ഇതായി വരാൻ. സ്ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുത്ത് ഒരു വലിയ മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് പതുക്കെ വെന്ത് വഴന്ന് നല്ലപോലെ ഒരു ജാമ് പരുവത്തിലായി കിട്ടും. ഇത് നമുക്ക് ഇത് അട ഉണ്ടാക്കാനും ഉപയോഗിക്കാം. നമുക്ക് പിന്നെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കുക. നമുക്ക് അങ്ങനെയാണ്. ഏതായാലും ഞാനത് വന്നപ്പോൾ ഞാനത് കുറച്ച് കൊണ്ടുവന്ന് റവയും കൂടെ ചേർത്തിട്ട് ചക്കയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ റവ മേടിച്ച് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ റവയും ഒരു തേങ്ങ ചിരകിയതും. ഈ പൾപ്പ് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ അതിനകത്ത് കുറച്ച് വെല്ലം ഇടും. ആ ഒരു മധുരം നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്. ചില ചക്കകൾക്ക് മധുരം കുറവായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വെല്ലം കൂടെ ചേർക്കുന്നത്. വെല്ലം കൂടെ ചേർത്ത് പിന്നെ ഇത് പൾപ്പാക്കി എടുത്ത് മാറ്റി വെക്കും. മാസങ്ങളോളം കേട് വരാതിരിക്കും. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ഒരു 6 മാസത്തോളമൊക്കെ ഇരിക്കും ഇത്. ഞാൻ കൊണ്ടുവന്ന് പിന്നെ റവയും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ച് ഒരു തേങ്ങ ചിരവിയതും ചേർത്ത് നല്ലപോലെ കുഴയ്ക്കും. ഈ റവ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുതിരുമ്പോഴത്തേക്കും നല്ലപോലെ കുഴഞ്ഞ് കിട്ടും. ഇത് കുഴച്ച് നല്ലപോലെ തേങ്ങയുടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും തേങ്ങയിലുള്ള പാലും എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും. കുഴച്ചിട്ട് നമ്മൾ വാഴയിലയിൽ പരത്തണം. ഈ എടനേൻ്റെ ഇലയൊക്കെ കിട്ടും, അതിനകത്തൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്കതൊന്നും ഇവിടെ കിട്ടുമല്ലോ. അവിടെ ഞാൻ ബാംഗ്ലൂർ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഒരു 3 ഇല മേടിച്ച് വാഴയില. ഒരിലയ്ക്ക് 10 രൂപ വെച്ചാൽ നമുക്ക് അവിടെ പറമ്പിൽ കൂടെ വെറുതെ ഉണ്ടാകുന്ന ഇലയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാശ് കൊടുക്കണ്ടേ. 10 രൂപ വെച്ച് 3 ഇല മേടിച്ച്. വലിയ ഇലയായിരുന്നു. അത് ഇഷ്ടമാതിരി പീസാക്കിയിട്ട് ഇല മുറിച്ചെടുത്തിട്ട് ഞാൻ ഈ വട്ടത്തിലാണ് പരത്തിയെടുത്തത്. ഈ ഇടനീലയിലൊക്കെ പുഴുങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു കുമ്പിൾ പോലെ കുത്തി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ പരത്തിയിട്ട് ഇങ്ങനെ ഇല 4 മടക്കോ 5 മടക്കോ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അടുപ്പത്ത് വെക്കാൻ നേരത്ത് ഞാൻ ഈ വാഴയിലേൻ്റെ തണ്ടൊന്നും കളയില്ല. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവി മേലോട്ട് വരാനായിട്ട് വളരെ എളുപ്പമായത്. നമ്മൾ ചിലപ്പോൾ മേലെ ഇരിക്കുമ്പോൾ ചില ഭാഗം കുറച്ച് സമയം കഴിയുമ്പോൾ വേകാത്ത പോലെ തോന്നും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരേ സ്പൂണായാലും വെച്ച് കൊടുത്താൽ മതി. ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആവി മേലോട്ട് വേഗം കയറി ചക്ക വെന്ത് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഏതായാലും ചക്കയുടെയൊക്കെ ആയി റെഡിയായിട്ട് ഞാനത് വാങ്ങി നോക്കിയപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ മുറിഞ്ഞും വരുന്നുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചക്കയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ്. മഴയും ഒരു കട്ടൻ ചായയൊക്കെ വെച്ചിരുന്ന് കുടിക്കാനായിട്ട് നല്ല സുഖമാണ്. ഇത് ഞാൻ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. മക്കൾക്കൊക്കെ കൊടുത്തപ്പോൾ നല്ല രുചി ഉണ്ടെന്ന് പറഞ്ഞ്. ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കിട്ടാത്ത സാധനമല്ലേ ചക്കയൊക്കെ. നല്ലപോലെ വരട്ടി കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരട്ടാനായിട്ട് എനിക്ക് പറ്റുകയില്ല. അടുപ്പൊക്കെ വേണ്ടേ. അപ്പോൾ അടുപ്പിലൊക്കെ ആകുമ്പോൾ അത് നല്ലപോലെ വരണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. കുറേ നാൾ ഇരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് ചക്കയുടെയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കഴിക്കുമ്പോൾ. ഏതായാലും ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.